എന്ത് സങ്കടം അത് പറ. അക്ഷര, കാര്യം അറിഞ്ഞാലല്ല എൻ്റെ സൊല്യൂഷൻ പറയാൻ പറ്റൂ. നീ കാര്യം പറ. ആദേച്ചിക്ക് എന്നെ പഴയ പോലൊരു ശ്രദ്ധയില്ല, പഴയ പോലത്ര ഇഷ്ടവും. സത്യം പറഞ്ഞാൽ ആദേച്ചി ഞാൻ ഇപ്പോഴാണ് മിസ് ചെയ്യുന്നത്. ആദേച്ചിയെ പഴയ പോലെ കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോടാ? അതിനൊരു വഴിയുണ്ട്. എന്താ? അവരെ ബ്രേക്കപ്പ് ആക്കിയാ പോരെ? എങ്ങനെ? എന്താ ഭംഗിയായിട്ടാ ചേച്ചി വരയ്ക്കുന്നേ? ഭംഗിയാക്കണം. പടം വരയ്ക്കാൻ ആദ്യം കഴിഞ്ഞ് വേറെ ആളുള്ളൂ ഇവിടെ. പിന്നെ ഞാൻ ഗിരീഷേട്ടനെ കണ്ടായിരുന്നു. എവിടെ വെച്ച്? സ്കൂളിൽ നിന്ന് വെളിയിറങ്ങിയപ്പോ. അപ്പൊ ഗിരീഷേട്ടൻ വൈകി കൂടെ ഇങ്ങനെ പോണു. ഗിരീഷേട്ടനാന്ന് ഉറപ്പില്ല. പിന്നെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു കൂടെ. ആ ചേച്ചി ഗിരീഷേട്ടൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ചായിരുന്നു പോന്നെ. അല്ലേലും ഗിരീഷേട്ടൻ ആ ചേച്ചിക്ക് മാച്ച് അല്ല. ചേച്ചി ക്യൂട്ടല്ലേ? ആ ചേച്ചിയും ഗിരീഷേട്ടനും മിസ്മാച്ചാ. കൊള്ളാം. കൊള്ളത്തില്ലേ? സാറിലടി, ഞാൻ സഹിച്ചു. മോള് പോയിരുന്നു പഠിക്ക്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ശരി, സൂക്ഷിച്ചാ കൊള്ളാം. നീ പോയി നിന്റെ പഠിത്തം സൂക്ഷിക്കാദ്യം. 5ാം സ്ഥാനത്ത് 10ാം സ്ഥാനം ആവണോ നിനക്ക്? എന്നാ ചെല്ല്. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ചെല്ല് ചെല്ല് ചെല്ല്. എന്താ സീരിയസ് ആയിട്ട് പറയാണ്ടെന്ന് പറഞ്ഞല്ലോ? അച്ഛനോട് പറ. ഗിരീഷേട്ടന് വിഷമം തോന്നരുത്. സ്നേഹം ഉണ്ടായോണ്ടാ പറയുന്നേ. ഗിരീഷേട്ടൻ എന്റെ ഗുഡ് ഫ്രണ്ടാ. അതെ, മോള് കാര്യം പറ. കാര്യമൊക്കെ ശരിയാ. ആദ്യം എന്റെ സിസ്റ്ററാ. പക്ഷെ ഉള്ളത് പറയാലോ, ഭയങ്കര ദേഷ്യക്കാരിയാ. ഫുൾ ടൈം ഇറിറ്റേഷൻ ആയിരിക്കും, തലവേദനയാ. എനിക്ക് ഈ ദേഷ്യവും തല്ലെടുത്തൊക്കെ ഭയങ്കര ഇഷ്ടാ. ഒരു ത്രില്ലല്ലേ? ത്രില്ലൊക്കെ മാറും, മനസ്സമാധാനം പോവും. അതുകൊണ്ട് നമുക്കിത് വേണം. നമുക്കിത് വേണം. എനിക്ക് ആദ്യം ഇല്ലാതെ പറ്റില്ല. അല്ല, ഞങ്ങൾ എല്ലാം കഴിക്കുന്നതിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം മോൾക്കല്ലേ? പിന്നെ അവൾ അങ്ങനെയൊക്കെ പറഞ്ഞോ? പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ എന്നെ പിന്തിരിപ്പിക്കാൻ നോക്കി. പിന്നെ വർക്കൗട്ട് ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ എന്നെ വിട്ടു. അവളെന്നെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എങ്ങനെയാ നിങ്ങൾ തമ്മിൽ ഇത്രയും ഒരു ഏജ് ഡിഫറൻസ്? ഇത്രയും ചെറിയൊരു അനിയത്തി. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് അച്ഛൻ ഉണ്ടാവണേ. എനിക്കെന്തൊരു സന്തോഷമായിരുന്നെന്നറിയോ? ഞാൻ അവളെ ഏറ്റവും കൂടുതൽ കെയർ ചെയ്തിട്ടുള്ളതും വഴക്ക് പറഞ്ഞിട്ടുള്ളതും. അവൾക്ക് കുറച്ച് കുറുമ്പൊക്കെ ഉണ്ട്. അത് പിന്നെ എൻ്റെ അല്ലേ അനിയത്തി, ഇല്ലാണ്ടിരിക്കോ? നല്ല ബുദ്ധിയാ. നിനക്ക് അത്രയും ബുദ്ധിയില്ല. ആള് ഭയങ്കര പാവാട്ടോ. ഞാൻ വിചാരിച്ചേ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാന്നാ. അതാകുമ്പോ അച്ഛൻ കുറച്ചുകൂടെ വലുതാവില്ലേ? അവളുടെ കാര്യങ്ങൾ അവൾ തന്നെ സ്വന്തമായിട്ട് ചെയ്യാനും തുടങ്ങും. പിന്നെ എൻ്റെ ആവശ്യമില്ലല്ലോ. അച്ഛനിങ്ങനെ കല്യാണക്കാര്യം പറഞ്ഞു വരുമ്പോ ഞാൻ ഓരോന്ന് പറഞ്ഞിട്ട് ഒഴിവാകുമായിരുന്നു. പിന്നെ ആലോചിച്ചപ്പോ തോന്നി, അച്ഛൻ എത്രയൊക്കെ വലുതായാലും എനിക്ക് അവളൊന്നും കൊച്ചു കുട്ടിയായിരിക്കും. ഞാൻ അവളുടെ എല്ലാ കാര്യത്തിലും ഇടപെട്ടുകൊണ്ടേയിരിക്കും. പിന്നെ അവൾക്കത് ഭയങ്കര വിഷമാവുന്നേ. ഗിരീഷ് ഇപ്പൊ ചോദിച്ചില്ലേ എന്താ ഇത്ര ചെറിയ അനിയത്തിന്ന്? ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ ചോദിക്കുമായിരുന്നു, ഓരോന്ന് പറഞ്ഞ് കളിയാക്കും. അച്ഛനും അമ്മയ്ക്കും അബദ്ധം പറ്റിയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്നോട്. ഒരു ദിവസം ഭയങ്കര വിഷമം വന്നിട്ട് ഞാൻ അച്ഛനോടും അമ്മയോടും ചോദിച്ചിട്ടുണ്ട്, എനിക്കെന്തിനാ ഇത്രയും ചെറിയ അനിയത്തി തന്നേന്ന്. അപ്പൊ അവരെന്താ പറഞ്ഞേന്നറിയോ? ഞാൻ ഉണ്ടായി കഴിഞ്ഞ് ഉടനെയൊരു അനിയത്തിയുടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് തരാനുള്ള സ്നേഹം കുറഞ്ഞു പോവില്ലേന്ന്. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴാ പോലും അവർക്ക് മനസ്സിലായേ എനിക്ക് സ്നേഹിക്കാനോ ആരെങ്കിലുമൊക്കെ വേണമെന്ന്. അങ്ങനെയാണ് അവരെനിക്ക് അച്ഛനെ തന്നെ.
എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ സമ്മാനമാണ് അച്ഛൻ, ഏറ്റവും വലിയ സന്തോഷം. അടുത്ത ആഴ്ച പോകുന്ന അച്ഛൻ പറഞ്ഞേ. അതാണോ നല്ല കളറ്? പച്ച മതിയില്ലേ? ഇവിടെ ഭയങ്കര ബഹള. ഒരു മിനിറ്റ്. You mean you only eat one at a time? എന്താണ്? എന്തു പറ്റി? എന്തോ ഉണ്ട്, പറയ്. ആദിച്ചിക്ക് ആരെ ഏറ്റവും കൂടുതൽ ഇഷ്ടം? എന്തു പറ്റി ഇപ്പം ഇങ്ങനെ ഒരു ചോദ്യം? പറ. എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്. ആദിച്ചിക്ക് എന്നെക്കാട്ടും ഇഷ്ടമാണോ ഗിരീഷേട്ടനെ? എന്ന് ആരാ പറഞ്ഞേ? ആരും പറയണ്ട, എനിക്ക് മനസ്സിലായി. ചേച്ചി എന്നെ ശ്രദ്ധിക്കുന്ന പോലില്ല. ചേച്ചി ഇല്ലെങ്കിൽ എന്റെ ഒരു കാര്യം ശരിയാവത്തില്ല. എനിക്ക് ചേച്ചി ഭയങ്കര ഇഷ്ടാ. എനിക്ക് അസൈൻമെന്റ് ചെയ്യാവുന്ന ഹെൽപ്പ് ചെയ്യോ? ഒറ്റയ്ക്ക് ചെയ്യച്ചോ, എന്നാലേ പഠിക്കത്തുള്ളൂ. ചേച്ചി ഇനി ഇതിട്ടാ പോരെ? നിനക്കിഷ്ടമുള്ള ഏതെങ്കിലും ഇട്ടുകൊണ്ട് പൊക്കോ. ഇതൊക്കെ എന്തിനാ എന്നോട് ചോദിക്കുന്നേ? എന്റെ മുടിയൊന്ന് കെട്ടിത്തരുവോ? ലീലാവശിയോട് പറ, ഞാൻ കുറച്ച് തിരക്കാം. എനിക്കാ റെഡിയാക്കാം. അച്ചു ഇനി കഴിച്ചു കിട്ടാൻ പറയോ? സത്യം ഇല്ല. നല്ല രസമുണ്ട്. എന്തോ ഒന്നുകൂടെ പറഞ്ഞേ. നല്ല രസം. മോനെ